BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസിലെ പിണറായി വിജയനായി പെരുമാറുന്നുവെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയാണ്. കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ നയപരമായ തീരുമാനങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്താണ് എടുക്കേണ്ടതെന്ന് കീഴടക്കം ലംഘിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന വിമർശനമാണ് ഉയരുന്നത്. PM ശ്രീ പദ്ധതി പാർട്ടിയോടോ മുന്നണിയോടോ വകുപ്പ് മന്ത്രിയോടോ പോലും കൂടിയാലോചിക്കാതെ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതേപടി അനുകരിക്കുകയാണ് വി.ഡി. സതീശൻ എന്നാണ് വിമർശനം. PM ശ്രീയുമായി മുൻപോട്ട് പോകുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്യാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. വിഴിഞ്ഞം ഓഹരി, വീര്യം കുറഞ്ഞ മദ്യം, കരിമണൽ എന്നീ വിഷയങ്ങളിലും സമാനമായ ആരോപണമാണ് ഉയരുന്നത്. വി.ഡി. സതീശൻ സർക്കാർ ഭരണത്തിലേറി 1 മാസത്തിലധികം പിന്നിട്ടെങ്കിലും KC വേണുഗോപാൽ പക്ഷം ഇതുവരെ നിശബ്ദത പാലിക്കുകയായിരുന്നു. എന്നാൽ ഇനി അത് തുടരേണ്ടതില്ലെന്ന ധാരണ KC ക്യാമ്പിൽ രൂപപ്പെട്ടതായാണ് വിവരം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി MSC ഡീലർ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ വഴിവിട്ടതാണെന്ന് സൂചിപ്പിച്ച് KC വേണുഗോപാൽ പക്ഷത്തെ ജനറൽ സെക്രട്ടറി MR അഭിലാഷ് സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു. അടിയന്തരമായി KPCC യോഗം ചേരണമെന്നാണ് ആവശ്യം. അതേസമയം KCയുടെ വിശ്വസ്തനാണ് അഭിലാഷ്. അദാനി വിവാദം മുതൽ പ്ലീഡർ നിയമനം വരെയുള്ള വിഷയങ്ങൾ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവന സർക്കാരിൻ്റെ ഹണിമൂൺ കാലം കഴിഞ്ഞെന്നാണ് സൂചന നൽകുന്നതായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിൽ സൂപ്പർ പവർ ആകാൻ അദാനി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് ഇത് വി.ഡി. സതീശന് നേർക്കുള്ള ആക്രമണമായാണ് കരുതപ്പെടുന്നത്. വി.ഡി. അദാനിയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നുവെന്ന വിഷയം പ്രശ്നവൽക്കരിക്കുന്നത് സംസ്ഥാനത്ത് KCക്ക് മൈലേജ് ഉണ്ടാക്കി നൽകുമെന്ന് കരുതുന്നുണ്ട്. ഇതാണ് അദാനിയെയും BJPയെയും ബന്ധിപ്പിച്ചുള്ള KCയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.